ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ക്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലൂ ഗോപിയുടെ റെസിപ്പി ആയിട്ടാണ്. ആലൂ ഗോപി പല തരത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആലൂ ഗോപി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആലൂ ഗോപി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ടത് കോളിഫ്ലവർ ആണ്. ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. കപ്പളവ് പറയുകയാണെങ്കിൽ 1.5 കപ്പ് കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ ഗ്രേവി ആയിട്ടുള്ള ഏത് കറി വെക്കാനും ഞാൻ എപ്പോഴും ചെറിയ ഫ്ലോററ്റ്സ് ആണ് ചൂസ് ചെയ്യാറ്. കോളിഫ്ലവറിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ സൈസ് നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ഉരുളക്കിഴങ്ങിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ സൈസ് ഒരുപോലെ ആണെങ്കിൽ കറി കാണാൻ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കൂടെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറിയ സവാളയും ഒരു വലിയ തക്കാളിയും വേണം. തക്കാളി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. ഞാനിവിടെ 3 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, 3 ഏലക്കയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ്. മുളക് പൊടിയുടെ അളവിൽ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്, അതായത് ഉണക്കി വച്ചിരിക്കുന്ന ഉലുവയില. കസൂരി മേത്തി നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇൻ കേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മല്ലിയില യൂസ് ചെയ്താലും മതിയാകും. ആലൂ ഗോപി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആലൂ ഗോപിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സവാളയൊക്കെ നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഒരു 1/4 വേവ് ആകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിൽ തന്നെ കോളിഫ്ലവറും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കോളിഫ്ലവറും ഇവിടെ ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി കോളിഫ്ലവറും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി മെയിൻ കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് ബാക്കി വന്ന ഓയിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂണോളം എണ്ണ വേണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പുവിൻ്റെയും ഏലക്കയുടെയും പട്ടയുടെയൊക്കെ മണം വന്നു തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായാൽ മതി. കൂടുതൽ ചൂടായാൽ സ്പൈസസും ജീരകമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ല ലോ ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണയുടെ ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ആ എണ്ണയിൽ കിടന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയൊക്കെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെയും സവാളയുടെയും പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി മിക്സിയുടെ ജാറൊന്ന് റിൻസ് ചെയ്തിട്ട് ഒരു 1/2 കപ്പിന് താഴെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേവി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ്
ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന കസൂരി മേത്തിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പം നമ്മുടെ ആലു ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഞാനെപ്പോഴും ആലു ഗോബി ചപ്പാത്തി, ഫുൽക്ക, ജീര റൈസ്, ഗീ റൈസിൻ്റെ ഒക്കെ കൂടിയാണ് സെർവ് ചെയ്യാറ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. Till then, take care and thanks for watching Recipes Recooked.